വെള്ളാപ്പള്ളി ബന്ധത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ജെഎസ്എസ് രാജൻ ബാബു പക്ഷം പിളർപ്പിലേക്ക് എൻ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ നിന്നും കെ ഷാജു വിട്ടുനിന്നു. വെള്ളാപ്പള്ളിക്കൊപ്പം പോയതിൽ തെറ്റുപറ്റിയെന്ന രാജൻ ബാബുവിന്റെ പ്രസ്താവനയെ കെ ഷാജു തള്ളുകയും ചെയ്തു. അഭിഭാഷക ബുദ്ധിയുടെ ഗൂഢാലോചനയാണ് പ്രസ്താവനയെന്ന് ഷാജു പ്രതികരിച്ചു. രാജൻ ബാബുവിനെ തള്ളി UDF നേതാക്കളും ഇന്ന് രംഗത്തെത്തി. ജെഎസ്എസിൽ ജനറൽ സെക്രട്ടറി രാജൻ ബാബുവും പ്രസിഡന്റ് കെ ഷാജുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരിക്കുകയാണ്. രാജൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും കെ ഷാജുവും ഇതിഹാസവും വിട്ടുനിന്നു. UDF-ൽ നിന്നും തന്നെ പുറത്താക്കാനുള്ള നീക്കം മറികടക്കാനാണ് രാജൻ ബാബു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. UDF-ൽ തുടരാനാണ് തനിക്ക് താല്പര്യമെന്നും വെള്ളാപ്പള്ളിയോടൊപ്പം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയത് തെറ്റായ തീരുമാനമായിരുന്നുവെന്നും രാജൻ ബാബു പറഞ്ഞു. ഞാൻ UDF വിടുന്നു എന്നുള്ള വാർത്ത തന്നെ അടിസ്ഥാനരഹിതമാണ്. ഞാൻ എന്നും UDF-ന്റെ അടുത്ത സുഹൃത്താണ്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഉള്ള തിരിച്ചറിവ്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതിൽ വീഴ്ച പറ്റി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അഭിഭാഷക ബുദ്ധിയിലെ ഗൂഢാലോചനയാണ് ഈ കുറ്റസമ്മതമെന്നാണ് കെ ഷാജി പറഞ്ഞത്. പക്ഷെ എനിക്കിതൊരു അഭിഭാഷക ബുദ്ധിയിലെ ഒരു ഗൂഢാലോചനയാണോ എന്ന് എനിക്കൊരു സംശയമില്ലായില്ല. ഞാൻ തുറന്നു പറയാം നിങ്ങളോട്. കാരണം നമ്മൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ടും ഈ UDF-കാർ നമ്മളെ നിർത്തുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ വഴി നോക്കാം എന്നുള്ള ഒരു കെണി അതിനകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതേസമയം രാജൻ ബാബുവിനെതിരെ UDF നേതാക്കൾ ഇന്നും രംഗത്തെത്തി. രാജൻ ബാബുവിന്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുന്നണിയിലെ നിലപാട് അംഗീകരിക്കുന്നവർ മാത്രമേ UDF-ൽ തുടരുകയുള്ളൂ എന്ന് VM സുധീരനും പറഞ്ഞു. ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ആര് നീങ്ങിയോ അവർക്ക് UDF-ൽ സ്ഥാനമില്ല. അത് ഒരു പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. UDF വളരെ വ്യക്തതയുള്ള, നിശ്ചയദാർഢ്യമുള്ള, ദിശാബോധമുള്ള പ്രസ്ഥാനമാണ്. ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആരെങ്കിലും മാറി പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം UDF-ൽ അല്ല. റിപ്പോർട്ടർ, കൊച്ചി.